ഹായ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറിയാക്കാം. ഈ മീനെ കൊള്ളാലോ. ഇങ്ങനെയുണ്ട് ചിങ്കലവ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ. പക്ഷെ വിലയെന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി വില കേട്ടോ. ഇന്നിപ്പോൾ 260 രൂപയ്ക്കാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു മേടിക്കണമെന്ന്, പക്ഷേ വിലയൊന്ന് കുറയണ്ടേ. ഇന്ന് എന്തായാലും അങ്ങ് മേടിച്ച്. അപ്പോൾ അത് വെട്ടി ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുവാണേ. ഇച്ചിരി പണിയുണ്ട്, കാരണം അത്യാവശ്യം മുള്ളൊക്കെ ഉള്ളുണ്ട്, പിന്നെ കുറച്ച് എതുമ്പലുണ്ട്. നല്ല പണിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഉപ്പിട്ട് നല്ല പോലെ ചട്ടിക്കകത്തിട്ട് തേച്ച് ഇവനെ അങ്ങ് സുന്ദര കുട്ടപ്പനാകും. കണ്ടില്ലേ, തല പോലും കളഞ്ഞില്ല. വില കൂടുതലുണ്ടേ. തല പോലും കളഞ്ഞാൽ നഷ്ടക്കോള. അപ്പം അതുകൊണ്ട് തലയൊന്നും കളഞ്ഞില്ല. പിന്നെ നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അറിയാലോ, വെളിച്ചെണ്ണയ്ക്കും വില. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടുള്ളേ. അതുകൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഉലുവയൊക്കെ എണ്ണയ്ക്കകത്തിടുന്നത് എൻ്റെ ഒരു ശീലം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. ഇനിയിപ്പോൾ ഉലുവ ഇടും. ഇത് നല്ല പോലെ ഒന്ന് പൊട്ടുമ്പോഴത്തേന് ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായിട്ട് പൊളിച്ച് വെച്ചതുള്ളൂ. പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇഞ്ചി ഭയങ്കര സ്ലൈസൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു 3-4 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റാണ്. പിന്നെ കരിയാപ്പില അതൊന്ന് മറന്നു കേട്ടോ. ഇപ്പോൾ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം അവിടെ നല്ല വൃത്തിയായിട്ട് നല്ലപോലെ വഴറ്റിയിടുക. നല്ല പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി മണം കേട്ടോ. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല, അസാധ്യ മണം. എങ്ങനെയുണ്ട് കണ്ടില്ലേ, നല്ല ചുമന്ന് മൂത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയേറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് പൊടിയേറ്റമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ കുരുമുളക് പൊടി ഞാൻ ചേർത്തില്ല, സംഭവം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഫിനാൻഷ്യലി ഇപ്പോൾ കുറച്ച് ടൈറ്റിലാണേ. അപ്പോൾ പിന്നെ അതെല്ലാം മൂപ്പിച്ചു, മിക്സിയിലിട്ടൊന്ന് അരച്ച് മൊത്തം കംപ്ലീറ്റ് അരച്ചിട്ടില്ലേ, നല്ല കൊഴുപ്പുള്ള അരപ്പാക്കി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ പച്ചമുളക്, എരിയുള്ള പച്ചമുളക്, തോട്ടുപുളി, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ഇളക്കി ഇനി അടച്ച് വെച്ചിട്ട് നല്ല തിളച്ച് കഴിഞ്ഞപ്പോൾ മീനൊക്കെ പറക്കി ഇട്ട്, കണ്ടില്ലേ, മീനും തലയൊക്കെ ഇട്ട് ഇനി ഇവനൊന്ന് നല്ല പോലെ തിളച്ച് ഇനി ഉപ്പും പുളിയൊക്കെ ഇറങ്ങി സെറ്റാവണം. നല്ലൊരു മണമൊക്കെ വരണം. കണ്ടില്ലേ, കുടുകുടാൻ തിളയുന്ന കണ്ടില്ലേ. ഇപ്പം തിളച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ദൈപ്പം സെറ്റായി. കരിയാപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെയുണ്ട്. അടിപൊളിയാണോ? അസാധ്യമാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയുണ്ട് ചോറിനാൻ? ഓടിവാ.